ഓം തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം 17. സുഹൃത്തികളായ പുണ്യാത്മാക്കളെ, സാമോദം, നമസ്കാരം. ഒരു ധ്യാന ശ്ലോകം ശ്രദ്ധിച്ചാലും. ശാന്തം സർവഗതം സൂക്ഷ്മം പരം ബ്രഹ്മ സനാതനം രാജീവലോചനം രാമം പ്രണമാമി ജഗത്പതിം. രാമഃ സത്യം പരം ബ്രഹ്മ രാമാത് കിഞ്ചിന്ന വിദ്യതേ തസ്മാത് രാമസ്വരൂപം ഹി സത്യം സത്യമിതം ജഗത്. ഇന്ന് നമ്മുടെ യാത്ര യുദ്ധകാണ്ഡത്തിൽ തുടരുന്നു. ഈ കാണ്ഡത്തെ യുദ്ധ സപ്താഹമെന്നും ലങ്കാകാണ്ഡമെന്നും പറയുന്നു. ഇതിൽ പ്രണവാഭിരാമനായ ശ്രീരാമനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ വരുണദേവൻ പ്രസാദിച്ച് നൽകിയ അമ്പുകൊണ്ട് ഹിന്ദു മഹാസാഗരത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ദുഷ്ടന്മാരെ സംഹരിച്ചു. അവിടം പരിശുദ്ധമാക്കി സേതുബന്ധനം സമാരംഭിച്ചു. സർവപാപഹരനായ ശിവനെ പ്രതിഷ്ഠിച്ചു, പ്രാർത്ഥിച്ചു, പൂജിച്ചു, അനുഗ്രഹം നേടി. മഹർഷിമാരാണ് പൂജാതി കർമ്മങ്ങൾ നടത്തിയത്. നളനീലന്മാർ പ്രതിഷ്ഠാവേദി ഒരുക്കുന്നു. തേജോമയമായ ഒരു ശിവലിംഗം അതാ രാമൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നു. അവിടെ ആ ശിവലിംഗത്തെയാണ് ശ്രീരാമചന്ദ്രൻ അവിടെ പ്രതിഷ്ഠിച്ചത്. എല്ലാവരും വേദിയെ വലം വെച്ച് നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. ധ്യാനനിരതനായ ശ്രീരാമൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഈ പരിപാവനമായ സ്ഥാനം രാമേശ്വരം എന്ന പേരിനാൽ പ്രശസ്തമായി തീരട്ടെ. അനുഗ്രഹിച്ചു. ഇവിടെ വന്ന് ശിവലിംഗ ദർശനം നടത്തുന്നവർക്കും ഗംഗാതീർത്ഥം കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നവർക്കും സേതു സ്നാനം ചെയ്യുന്നവർക്കും സായുജ്യവും ശാന്തിയും ലഭിക്കും. എത്രയെത്ര തീർത്ഥാടകരാണ് സഹസ്രാബ്ദങ്ങളായിട്ട് ഗംഗാസ്നാനം കഴിച്ച് രാമേശ്വരം ദർശിച്ച് സേതുവിങ്കൽ പിതൃതർപ്പണവും നടത്തി ശാന്തി നേടിക്കൊണ്ടിരിക്കുന്നത്. നളനീലന്മാർ ഇവിടെ ഒരു മനോഹരമായ മന്ദിരവും തീർത്തിട്ടുണ്ട്. നളനീലന്മാർ വാനരസേനയോടൊപ്പം 5 ദിവസം കൊണ്ട് സേതുബന്ധനം പൂർണ്ണമാക്കി. ആവേശഭരിതരായ രാമലക്ഷ്മണന്മാരും വിഭീഷണ ഹനുമതാദികളും ലങ്കയിലെത്തി. എല്ലാവരും രാമ രാമ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ആർത്തു വിളിച്ചു. രാമന് വിശ്രമിക്കാൻ ഒരു ശിബിരവും തീർത്തു. ലങ്കയിൽ രാമലക്ഷ്മണന്മാർ ശക്തരായ വാനര സേനയോടൊപ്പം എത്തിയിരിക്കുന്നു. ഈ വിവരം അറിഞ്ഞു അസ്വസ്ഥനാകുന്നു ലങ്കാപതി. തൻ്റെ ധർമ്മപത്നി മണ്ഡോദരിയെയും വിവരം ധരിപ്പിച്ചു.
അപ്പോൾ രാമൻ്റെ ദിവ്യതയിൽ ബോധവതിയായ ആ സ്ത്രീരത്നം നൽകിയ ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. മണ്ഡോദരി നൽകിയ ഉപദേശം രാവണന്, പതിദേവന് പറയുകയാണ്, ജനകാത്മജയും സതിയുമായ ദേവിയെ ഉടൻ തന്നെ രാമന് തിരിച്ചു നൽകി മാപ്പപേക്ഷിക്കണം. നമ്മുടെ പുത്രൻ ധീരവീരനായ മേഘനാഥനെ ഇന്ദ്രജിത്ത് രാജ്യഭാരമേൽപ്പിച്ച് നമുക്ക് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാം. ശേഷം ജീവിതം ഭഗവത് ഭജനത്തിനായി കഴിച്ച് കൂട്ടാം. സീതാപഹരണ മഹാപാപത്തിന് പ്രായശ്ചിത്തവും മനഃശാന്തിയും ലഭിക്കും. എന്നാൽ ഈ ഉപദേശങ്ങളൊന്നും രാക്ഷസേന്ദ്രൻ മാനിച്ചില്ല. ആത്മപ്രശംസ നടത്തി. ദേവന്മാരും മാനവന്മാരും ഈ രാവണൻ്റെ ദാസന്മാർ മാത്രം എന്ന്. ഇത് കേട്ടിട്ട് മണ്ഡോദരി അസ്വസ്ഥയായി ദുഃഖിച്ചു. അഹങ്കാരം നാശത്തിലേക്ക് നയിക്കും. ഈ ഭീതിയോടെ ആ മനസ്സിനെ കണ്ണുനീർ വർഷിച്ചു. ലങ്കയിൽ രാമാഗമനം വൈദേഹിക്ക് വിഭീഷണ പത്നി സരമയും പുത്രി ത്രിജടയും നൽകി ആശ്വസിപ്പിച്ചു. യുദ്ധാരംഭം. പ്രഹസ്തൻ എന്നൊരു സേനാനായകൻ മാത്രമാണ് സീതയെ രാമന് വിട്ടുകൊടുത്ത് ലങ്കയെ രക്ഷിക്കണമെന്ന് സധൈര്യം രാവണനോട് പറഞ്ഞിട്ടുള്ളത്. രാവണൻ അതനുസരിച്ചില്ല. സമുദ്രതരണം ചെയ്ത് സുബേല പർവ്വത കൊടുമുടിയിൽ രാമൻ താവളമടിച്ചു. രാമൻ സാധാരണ മനുഷ്യനല്ല. ധർമ്മത്തെ മുൻനിർത്തി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. രാവണൻ ഇത് കേട്ടിട്ടും അനുസരിച്ചില്ല. പിതാമഹൻ മാല്യവാനും യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചു. രാവണൻ കൂട്ടാക്കിയില്ല. സ്തുതിപാഠകർ പലരും കാണും, അവർ രക്ഷിക്കുകയില്ല. മാല്യവാൻ സഭ വിട്ടിറങ്ങിപ്പോയി. രാമൻ ലങ്കാപുരിയിലെ സൈന്യ സംവിധാനങ്ങൾ വിഭീഷണനിൽ നിന്ന് മനസ്സിലാക്കി. ശീതകിരണ സ്പർശം രാമൻ്റെ ഹൃദയത്തെ പ്രേമ തരളമാക്കി. സീതാസ്മരണകൾ ഉണർന്നു വന്നു. സീതയെ ലങ്കയിൽ പാർപ്പിച്ചിരിക്കുന്ന രാജധാനിയിലേക്ക് രാമൻ നോക്കുന്നു. ഭൗതികമായ ഗീത നൃത്തവാദ്യഘോഷങ്ങളിൽ മുഴുകി ഉന്മത്തനായ രാവണനെ ബോധവാനാക്കാൻ രാമൻ മന്ത്രഭൂതമായ ഒരസ്ത്രമയച്ചു. അത് ലങ്കേശൻ്റെ കിരീടവും മുത്തുക്കുടയും തെറിപ്പിച്ചു. രാമാസ്ത്രം ആവനാടിയിൽ തിരിച്ചെത്തി. രാവണൻ അന്ധാളിച്ചു. സഭാവാസികൾ അമ്പരന്നു. ലങ്കയ്ക്ക് ദുശങ്ക ഉണ്ടായി തുടങ്ങി. രാമൻ്റെയും ജാമ്പവാൻ്റെയും ശാന്തി സന്ദേശവുമായി രാവണ സദസ്സിലെത്തിയ
രാമദൂതനും ബാലിപുത്രനും കിഷ്കിന്ധയിലെ യുവരാജാവുമായ അംഗദൻ ഇപ്രകാരം ഉപദേശിക്കുന്നു രാവണനെ. സീതയെ രാമസ്വാമിയെ ഏൽപ്പിക്കുക, പാപമോചനവും മനഃശാന്തിയും നേടുക. ഈ സതുപദേശം കേട്ടിട്ട് രാവണൻ്റെ പ്രതികരണം അംഗദനെ ക്ഷോഭിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്: രാവണൻ ആതിഥ്യമര്യാദയില്ലാത്ത രാക്ഷസനാണ്, സംസ്കാരശൂന്യനാണ്. എങ്ങനെ ശിവഭക്തനായി രാവണൻ? സമ്പൽസമൃദ്ധമായ ലങ്കയുടെ അധിപതി എങ്ങനെയായി? ചിന്തിച്ചു, അലറിപ്പറഞ്ഞു: പരസ്ത്രീചോരൻ, മദ്യപൻ, കാമാസക്തൻ, ദൈവദ്രോഹി, സജ്ജന വിരോധി എന്നിങ്ങനെയൊക്കെ ഉച്ചത്തിൽ അംഗദൻ വിളിച്ചു പറഞ്ഞു. അംഗദൻ ദൂതൻ്റെ പ്രഭാവം ലങ്കേശന് മനസ്സിലാക്കി കൊടുത്തു. ദശകണ്ഠനെ സിംഹാസനത്തിൽ നിന്ന് തള്ളി താഴെയിട്ടു. കിരീടഭാഗങ്ങൾ വലിച്ചെറിഞ്ഞു. ഈ രാമദൂതൻ്റെ കാലൊന്നിളക്കുവാൻ മേഘനാഥനും മറ്റ് സഹോദരങ്ങൾക്കും സാധിച്ചില്ല. രാമപാദം സ്മരിച്ച് വംശത്തെയും രാജ്യത്തെയും രക്ഷിക്കൂ എന്നുപദേശിച്ചു. അംഗദൻ രാവണനോട് യാത്ര പറഞ്ഞ് തിരിച്ചെത്തുന്നു രാമസമീപം. രാമദൗത്യം ധീരവീരതയോടെ നിർവഹിച്ച രാമായണത്തിലെ 2 ഉജ്ജ്വല കഥാപാത്രങ്ങളാണ് ഹനുമാനും അംഗദനും. രാമവിജയത്തിനും ധർമ്മവിജയത്തിനും സത്യദർശനത്തിനും ആത്മസാക്ഷാത്കാരത്തിനും വാനരശ്രേഷ്ഠന്മാരായ ഇവർ ചിരസ്മരണീയരായിരിക്കുന്നു. ഈ മഹത് വ്യക്തിത്വങ്ങളുടെ സേവനം. സ്വസ്ത്യസ്തു ശുഭമസ്തു. സന്തു മംഗളശതാനി.